ഹലോ എവ്രി വൺ. അപ്പോൾ ഇത് ഉത്രാടം വ്ളോഗാണ് കേട്ടോ. നിങ്ങളിത് കാണുന്നത് എപ്പോഴാണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ 2-3 ദിവസം കഴിഞ്ഞായിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. കാരണം കുറച്ച് ബിസി ആയതുകൊണ്ട് വീട്ടിലൊക്കെ പോകുന്നതുകൊണ്ട് എനിക്ക് കറക്റ്റ് സമയത്തിന് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഞാൻ എഡിറ്റ് ചെയ്തിടാൻ പോവാണ്. അങ്ങനെ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചു. ഇനിയിപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ഊണിനുള്ള കാര്യങ്ങളും എല്ലാം റെഡിയാക്കണം. നാളെ തിരുവോണം ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഇന്ന് നല്ല ജോലി കാണും. അങ്ങനത്തെ കവർക്ക് കുടിക്കാൻ കുറച്ച് പാലെടുത്ത് വെച്ചിട്ട് ഞാൻ പിന്നെ ബാക്കി ചായ ഇട്ട് ഹോളിൽ വന്നിരുന്ന് വിശാലമായിട്ട് കുടിക്കുകയാണ്. കാരണം ഇനി ഒരു 9 മണി വരെ എനിക്കും ഈ ഫോണിനും യാതൊരു ബന്ധവുമില്ല. ട്രൈപോഡിൽ പിന്നെ ഈ ഫോൺ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് ഈ സ്റ്റാൻഡ് പൊക്കി അവിടെ ഇവിടെയും കൊണ്ട് വെക്കുക, പിന്നെ വീഡിയോ ഓണാക്കുക ഓഫാക്കുക, ഇത്രയും ജോലി മാത്രമേ ഉള്ളൂ. അങ്ങനെ എന്തായാലും കുറച്ച് നേരം വീഡിയോ ഒക്കെ കണ്ട് ചായ കുടിച്ചിട്ട് ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിക്ക് പോവുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് സേമിയയുടെ ഉപ്മാവാണ് കേട്ടോ. അപ്പോൾ അത് ഓൾറെഡി റോസ്റ്റഡ് ആയതുകൊണ്ട് നമ്മൾ ഒത്തിരി നേരം റോസ്റ്റ് ചെയ്യേണ്ട. നെയ്യിൽ കുറച്ച് നേരം റോസ്റ്റ് ചെയ്തിട്ട് തണുക്കാൻ വെച്ചു. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഇഞ്ചിക്കറിയും ബീട്രൂട്ട് പച്ചടിയും വെക്കാമെന്ന് കേട്ടോ. അങ്ങനെ ബീട്രൂട്ടിൽ നിന്നാണ് നമ്മുടെ ഓണത്തിൻ്റെ ഒരുക്കം ഇവിടെ തുടങ്ങുന്നത്. അങ്ങനെ ബീട്രൂട്ടെല്ലാം ചെത്തി എടുത്തിട്ട് പിന്നെ അത് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇതാകുമ്പോൾ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പുതിയൊരു രീതിയിലാണ് ഞാൻ വെച്ചത്. അങ്ങനെ അതിൽ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം വെച്ച് ഒന്ന് ബോയിലായി വരുന്ന സമയത്ത് തീ കുറച്ച് വെച്ച് അടച്ച് വെക്കുക. കാരണം ബീട്രൂട്ടിന് ഓൾറെഡി വെള്ളം ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അത് റെഡി ആകുമ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഇഞ്ചിയും കൂടെ സെറ്റാക്കാം. ഈ ഇഞ്ചി സെറ്റാക്കുക എന്ന് പറയുന്നത് പറയുന്നത്ര എളുപ്പമല്ല. നമ്മുടെ കൈക്ക് ഭയങ്കര പുകച്ചിലായിരിക്കും. ഇത് ചെയ്തൊരു ഉച്ച കഴിയുന്നവരെ എൻ്റെ കൈക്ക് ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിൽ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. വർഷത്തിൽ ഒരു തവണ വരുന്ന അല്ലേ ഈ ഓണം. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ സെറ്റാക്കണ്ടേ. അങ്ങനെ അതും കുറച്ചെല്ലാം റെഡിയാക്കി കഴിഞ്ഞ് ഞാൻ ഉപ്മാവ് ഉണ്ടാക്കാൻ പോവാണ്. കാർത്തിക്കിന് പച്ചക്കറി ഇഷ്ടമില്ലാത്തതുകൊണ്ട് സവോള മാത്രം ഞാനിത് ചേർത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ബീട്രൂട്ട് പച്ചടിയൊക്കെ വെച്ചു. പിന്നെ ഫ്രിഡ്ജിൽ നിന്നൊരു മിൽക്കി ബാർ കിട്ടി. അപ്പോൾ ഞങ്ങളത് 3 പേരും കൂടെ കഴിക്കാനുള്ള പ്ലാനാണ്. കാർത്തിക്കിന് കിട്ടിയതുകൊണ്ട് തന്നെ അവൻ തന്നെ വേണം ഇത് ഡിവൈഡ് ചെയ്ത് ഞങ്ങൾക്ക് തരാൻ. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ ഈ കൂടുതൽ ജോലി ഇങ്ങനെ ഓടി നടന്ന് ചെയ്യുന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല, എനിക്ക് കറക്റ്റായിട്ട് എല്ലാ വീഡിയോയും പ്രോപ്പറായിട്ട് ഫുള്ളി എടുക്കാൻ പറ്റുന്നില്ല. പച്ചടിയൊക്കെ വെക്കുന്ന വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ പറ്റിയില്ല. പിന്നെ തിരുവോണത്തിന് എടുക്കാൻ ഒരു സെറ്റും മുണ്ട് വാങ്ങിച്ചു. അപ്പോൾ അതിനുള്ള ബ്ലൗസ് തപ്പിയെടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ സ്റ്റിച്ചൊക്കെ ഒന്ന് അഴിച്ചു വിടണം. അങ്ങനെ ബ്ലൗസ് കിട്ടിയപ്പോൾ സന്തോഷമായി. പിന്നെ ഇന്ന് കഥവും ജനലും ഒക്കെ ഒന്ന് തുടയ്ക്കാനുണ്ടായിരുന്നു. കാരണം നാളെ തിരുവോണം ആയതുകൊണ്ട് നമ്മൾ ക്ലീനിങ്ങിനൊന്നും നിൽക്കില്ല. ഇന്ന് തന്നെ എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 പേരും സെറ്റാക്കി ഒരിടത്ത് ഇരുത്തിയിട്ട് ഞാൻ ക്ലീനിങ്ങിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും ഓണമൊക്കെ എവിടം വരായി. എല്ലാവരും ഇതുപോലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലേ മുന്നത്തെ ദിവസം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് തുണി ഇവിടെ കിടക്കുകയാണ്. എന്നാലും ഞാൻ ഇത് കഴിഞ്ഞ് കുളിച്ചിട്ട് വന്ന് തുണി പെറുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കൂ. ബൈ.